Ummy's Tasty Hut. അസ്സലാമലൈക്കും. നോമ്പുതുറ സ്പെഷ്യലായിട്ട് ഇന്നൊരു മുസാറയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നോമ്പുതുറക്ക് നമ്മൾ കഞ്ഞിയും മുത്താറിയും അതുപോലെ തരികാച്ചിയതൊക്കെ ഉണ്ടാക്കി ഒന്ന് മടുക്കുമ്പോൾ ഇടയ്ക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് കുക്കറിൽ കടലപ്പരിപ്പ് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് കടലപ്പരിപ്പ് കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു തേങ്ങയുടെ 2 കപ്പ് രണ്ടാം പാലും 2 കപ്പ് ഒന്നാം പാലും എടുത്ത് മാറ്റി വെക്കണം. ഇത് രണ്ടാം പാലിൽ നിന്ന് 1 കപ്പാണ് ഞാനിവിടെ കടലപ്പരിപ്പ് പോകാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അധികം വെന്ത് ഉടഞ്ഞു പോവണ്ട, കുറച്ചൊരു പാകത്തിന് വേവിച്ചെടുക്കണം. നമ്മൾ കഴിക്കുന്ന സമയത്ത് കടലപ്പരിപ്പ് ഒന്ന് കടിക്കാൻ കിട്ടണം, ആ ഒരു പാകത്തിന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി വരുന്ന രണ്ടാം പാലിൽ അരിപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കണം. അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല. 1/4 കപ്പ് അരിപ്പൊടി രണ്ടാം പാലിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് കുറുകി വേവിക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും, നന്നായി ഒന്ന് തിളച്ച് കുറുകി വന്നാൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് കുറുകിയെടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, ഒന്ന് ടേസ്റ്റ് ബാലൻസിന് വേണ്ടി. ഇനി ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. കുറുകി വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും അരിപ്പൊടി, കുറേ സമയമൊന്നും വേണ്ട. നന്നായി ഒന്ന് കുറുകി കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ കുറച്ചുകൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂണിനടുത്ത് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളക്കണ്ട, ഒന്ന് തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വരുന്നത് അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായി നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടിപൊളി റെസിപ്പിയുമായി നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ താഴെ ഒരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. എന്നാലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്